വോട്ടർ പട്ടിക വിവാദത്തിന് പിന്നാലെ രണ്ടും കൽപ്പിച്ചാണ് ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തന്നെ ഇംപീച്ച് ചെയ്യാനുള്ള നോട്ടീസിലേക്ക് കടക്കുകയാണ് ഇന്ത്യ മുന്നണി. ഇതൊരു രാഷ്ട്രീയം മാത്രമല്ല, മറ്റു നടപടികളിലേക്കും ഇന്ത്യ മുന്നണി നീങ്ങുകയാണോ? ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെ നീങ്ങിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പ്രശ്നമാവും. ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ അഫിഡവിറ്റ് എഴുതണം. അപ്പോൾ ഒരു വിരട്ടലാണോ ഇന്ത്യ മുന്നണി? ഇപ്പോൾ ഇന്ത്യ മുന്നണിയല്ല, കോൺഗ്രസ് ഒരു വെട്ടിൽപ്പെട്ടിരിക്കുകയാണ്. നാളെ സുപ്രീം കോടതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോയാൽ എന്ത് ചെയ്യും? ഞങ്ങളെക്കുറിച്ച് അനാവശ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ച ആളിനോട് ഞങ്ങൾ ഇത് എഴുതിത്തരാൻ പറഞ്ഞിട്ട് തരുന്നില്ല. ചെറിയ ആളൊന്നുമല്ല, ഇന്ത്യയുടെ ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്. അദ്ദേഹം പോലും എഴുതിത്തരാതെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നാളെ ഈ നാട്ടിലെ 100 കോടി വരുന്ന വോട്ടർമാർ ഇതുപോലെ ഓരോരുത്തർക്ക് നിന്ന് ഞങ്ങളെ ചീത്ത പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ പോയി ചോദിച്ചാൽ സുപ്രീം കോടതി ഇദ്ദേഹത്തിനോട് പറയും, രാഹുൽ ഗാന്ധിയോട് പറയും, ഒന്നുകിൽ നിങ്ങളത് എഴുതി ഒപ്പിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് പറയണം. അവസാനം ഒന്നുകിൽ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ ആക്ഷേപപാത്രമാവുകയോ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു വെടി പൊട്ടിക്കണം, ഇംപീച്ച്മെൻ്റ് എന്നൊരു ഭീഷണി. ഇംപീച്ച്മെൻറ്റ് നടക്കുകയില്ല എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. കാരണം ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല, ഒന്ന് പുറത്താക്കലാണ്. ആ പുറത്താക്കണമെങ്കിൽ ആദ്യമായിട്ട് 3/2 ഭൂരിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും വേണം. അതുണ്ടെങ്കിലേ അദ്ദേഹത്തിനെ പുറത്താക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് വെറൊരു ഭീഷണിയാണ്. ഞങ്ങളോട് ഇനി എന്നെ ഒപ്പിട്ട് താ എന്നോ അഫിഡവിറ്റ് തരണമെന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ കളിച്ചാൽ ഞാനിപ്പം ഇംപീച്ച് ചെയ്ത് കളയും. അപ്പോൾ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള അതോടൊപ്പം തന്നെ കുറച്ച് നാൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് വലിയ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഇത് ജ്ഞാനേഷ് കുമാർ എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷണർക്ക് ഒരു പൊൻതൂവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് ഇംപീച്ച്മെൻറ്റിന് വിധേയനാകാൻ പോയ ഒരു ഇലക്ഷൻ കമ്മീഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് TN ശേഷൻ എന്നാണ്. കോൺഗ്രസ് കൊണ്ടുവന്ന ഇലക്ഷൻ കമ്മീഷൻ, രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഇലക്ഷൻ കമ്മീഷണർ. ആദ്യം അദ്ദേഹത്തിൻ്റെ ശക്തി കുറയ്ക്കാൻ നോക്കി, എങ്ങനെയെങ്കിലും നിർവീര്യമാക്കാൻ നോക്കി. അത് നടന്നില്ല. അദ്ദേഹം ഇവിടുത്തെ ഇലക്ഷൻ റിഫോംസ് കംപ്ലീറ്റ് അങ്ങ് നടത്താൻ തുടങ്ങി. അതായത് ഒരു കാൻഡിഡേറ്റ് എങ്ങനെ പെരുമാറണം, ഇലക്ഷൻ പ്രോസസ്സ് എങ്ങനെ നടത്തണം, പ്രചരണം എങ്ങനെ നടത്തണം, കണ്ടവൻ്റെ എല്ലാം ചുമരിലൊക്കെ എഴുതി വെക്കുന്നതും മൈക്ക് രാവിലെ മുതൽ രാത്രി വരെ, രാത്രി 12 മണിയായാലും 1 മണിയായാലും കെട്ടിക്കൊണ്ട് നടക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ മുതലെല്ലാം അദ്ദേഹം ഇന്ന് രാഹുൽ ഗാന്ധി എന്താണോ ആവശ്യപ്പെടുന്നത് മുഴുവൻ ചെയ്യാൻ തയ്യാറായ ഒരു ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ. അപ്പോൾ അദ്ദേഹത്തിനെ ആദ്യം മൂക്ക് കയറിട്ടും 2 കമ്മീഷണർമാരെയും കൂടെ വെച്ച് അതുപോലെ അദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇംപീച്ച്മെൻറ്റിന് അദ്ദേഹം വിധേയമാകുമെന്ന് എല്ലാവരും വിചാരിച്ചതാണ്. പക്ഷെ പിന്നീട് കോൺഗ്രസ് തന്നെ ഉപേക്ഷിച്ചു. കാരണം ബാക്കി ചില പാർട്ടികളൊന്നും അതിന് യോജിക്കില്ല എന്ന് തോന്നിയുകൊണ്ട് അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഉമ്മാക്കിയാണ്. ഈ ഉമ്മാക്കി അദ്ദേഹത്തിനോട് പറയുന്നത് ഇലക്ഷൻ അഫിഡവിറ്റ് ഒന്നും തരാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. അല്ല, ഇത്തരം നീക്കങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമല്ലോ. ഈ തെരഞ്ഞെടുപ്പ് മിഷനും അതിന്റെ മുഖ്യ അത് തന്നെയാണല്ലോ ഉദ്ദേശം. മോദിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നൊരു ചിന്താഗതി ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട, ഇന്ത്യയിലെ ക്രിയേറ്റീവ് പ്രതിപക്ഷമാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം കഴിഞ്ഞു. അന്ന് പാകിസ്ഥാനെ എതിർത്തുകൊണ്ട്, പാകിസ്ഥാനെതിരെ സംസാരിച്ചുകൊണ്ട് നിൽക്കേണ്ട പ്രതിപക്ഷം അന്ന് അങ്ങനെ ചെയ്തില്ല. നമ്മളെല്ലാം കണ്ടതാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് ഇപ്പോൾ ട്രംപ് തലക്കടിക്കുന്ന താരിഫും കൊണ്ടല്ലേ വന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം എന്താ ചെയ്യേണ്ടത്? ഈ സർക്കാരിന് വേണ്ട, ഇന്ത്യക്ക് അനുകൂലമായിട്ട്, ഇന്ത്യയിലെ കർഷകന് അനുകൂലമായിട്ട്, ഇന്ത്യയിലെ വ്യവസായികൾക്ക് അനുകൂലമായിട്ട്, ഇന്ത്യയുടെ എക്കോണമിക്ക് അനുകൂലമായിട്ട് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനം ഇന്ന് ചെയ്യണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, നിങ്ങൾ ചെയ്തത് പോരാ, ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ? അല്ല, ഡെത്ത് എക്കോണമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡെഡ് എന്ന് 3 പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്ന പോലെ അദ്ദേഹം പറഞ്ഞു അല്ലേ? അപ്പോൾ ഇന്ത്യയെ ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിച്ചതെന്ന് നമ്മുടെ സുപ്രീം കോടതി ചിലരെ കുറിച്ച് പറഞ്ഞ പോലെ ഇവിടെ ഇന്ത്യയെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒത്തിരി ശക്തികളുണ്ട്. ഇന്ത്യയെ മലീമസമാക്കാൻ, ഇന്ത്യയെ നാണം കെടുത്താൻ, ഇന്ത്യയെ കൊച്ചാക്കാൻ, ഇന്ത്യയെ വീക്കൻ ചെയ്യാൻ, അതായത് ഇതൊക്കെ സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളാണ്. വീക്കൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ
എസ്റ്റാബ്ലിഷ്മെന്റുകളെ വീക്കൻ ചെയ്യാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ വീക്കൻ ചെയ്യാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികൾ വിടർത്തി ആടുകയാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ എന്താണ് അതിന് കാരണം? ആ കാരണം പറയണ്ടേ? ഒരു പ്രസ് കോൺഫറൻസിൽ 1,00,000 പേരുടെ വോട്ടർ പട്ടികയിൽ അഴിമതി എന്ന് പറഞ്ഞു കൊടുത്തു. ശരി, അത് കർണാടകയിലെ ഒരു മന്ത്രി തന്നെ പറയുന്നത് ഇത് ശരിയല്ല, നമ്മളാണ് പ്രിപ്പയർ ചെയ്തത്, ഇത് തെറ്റാണെന്ന് അവരുടെ ആൾ തന്നെ പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് രാജിവെപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും പറയുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ശരിയായിട്ട് ഉത്തരം തന്നില്ല, അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ശരിയായിട്ട് ഉത്തരം തരുന്നേ. ഇലക്ഷൻ കമ്മീഷന് എഴുതി കൊടുത്താൽ തരാതിരിക്കാൻ പറ്റില്ല. എഴുതി ഒപ്പിട്ട് കൊടുത്താൽ ഇലക്ഷൻ കമ്മീഷന് തരാതിരിക്കാൻ പറ്റില്ല. ഇന്ന ക്രമക്കേടുകളുണ്ട്, ഇന്നതാണ് എന്ന് പറഞ്ഞാൽ തെളിവ് കൊടുക്കണം. അല്ലാതെ ചുമ്മാ പറയാൻ നോക്കില്ല. 40,000 കള്ളവോട്ട് അല്ലെങ്കിൽ 1,00,000 പേരുടെ വോട്ടർ പട്ടികയിലെ തിരിമറി, അതിൽ ഡബിളിങ് ഇത്ര, ട്രിബിളിങ് ഇത്ര എന്നൊന്നും പറഞ്ഞാൽ പോരാ. ലിസ്റ്റ് ചെയ്ത് എഴുതി കൊടുക്കണം. ഇന്ന വ്യക്തികൾ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ വന്നിരിക്കുന്നു. ഒരു സ്ത്രീ 2 സ്ഥലത്ത് വോട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഇല്ലയെന്ന് പറഞ്ഞ് വന്നില്ലേ? അപ്പോൾ പേടിയുണ്ട്. പറഞ്ഞത് മുഴുവൻ പലതും വിഴുങ്ങേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് പേടിയുണ്ട്. അതുകൊണ്ടാണ് എഴുതി ഒപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അതിനുള്ള ബദൽ സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷനെ വരട്ടുക. ഇത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. ഞങ്ങളുടെ തലയിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് വന്ന് വരട്ടരുതേ. ഇപ്പൊ ബോംബിടാനാണ് പോകുന്നത്. ആറ്റം ബോംബ് ഇപ്പിടാനാണ് പോവാണ്. ഭസ്മമാക്കി കളയുന്നതാണ്. ഇലക്ഷൻ കമ്മീഷണറെ ഞങ്ങൾ ഇംപീച്ച് ചെയ്ത് ഭസ്മമാക്കി കളയും. ഭസ്മാസുരന്റെ റോളിൽ ഇറങ്ങിയിരിക്കുക. അപ്പൊ ഇത് അസീം മുനീറിനെ പഠിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അസീം മുനീർ മറ്റൊരു രാഷ്ട്രത്തോടാണ് ചെയ്യുന്നത്. അസീം മുനീറിന് അതിനൊരു അന്തസ്സുണ്ട്. അദ്ദേഹം സ്വന്തം രാഷ്ട്രം പാകിസ്ഥാനോടല്ല പറഞ്ഞത് ബോംബിടുക. പാകിസ്ഥാനിലെ ഒരു ശക്തിയെയും അദ്ദേഹം ദുർബലമാക്കാൻ ശ്രമിച്ചിട്ടില്ല അസീം മുനീർ തൻ്റെ നിതാന്ത ശത്രുവായ, തൻ്റെ രാഷ്ട്രത്തിൻ്റെ നിതാന്ത ശത്രുവായ ഇന്ത്യയോടാണ് അദ്ദേഹം അത് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇത് ഇന്ത്യയിലെ പ്രതിപക്ഷം, ഇന്ത്യയിലെ സ്ഥാപനങ്ങളോട് ഇത്ര കഠിനമായിട്ട് പറയും. അത്രയ്ക്കുള്ള തെളിവ് വേണം, അല്ലെങ്കിൽ എഴുതി കൊടുക്കണം, അത് പ്രൂവ് ചെയ്യണം. നമ്മൾ ഒരു പ്രസ് കോൺഫറൻസിൽ ഇതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ലെന്നേ. പ്രൂവ് ചെയ്യണമെങ്കിൽ 2 പേര് ഇരിക്കണ്ടേ? ഇതിരിക്കുന്നതാ, ഇതിനകത്ത് ഇന്ന കുഴപ്പം. അപ്പോൾ അതിൻ്റെ എതിരായിട്ടുള്ള ആൾ വന്ന് പറയും, സാർ ഇത് കുഴപ്പമില്ല. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താണ് ഇന്ത്യ മുന്നണിയിലെ പല പ്രധാനപ്പെട്ട നേതാക്കളും മൗനം പാലിക്കുന്നത്? അവർക്ക് ഇതിൽ കുറേയൊക്കെ അറിയാം. അവരുടെ ഇലക്ഷനിലെ പല കാര്യങ്ങൾ എടുത്താലും ഇതൊക്കെ തന്നെ, ഓരോ മണ്ഡലത്തിലെ എടുത്താലും ഇതൊക്കെ തന്നെ വരുമെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ പിന്നെ പ്രതിപക്ഷമാണ്, ഐക്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ മുന്നണി പല വിധത്തിൽ തകരാനുള്ളൊരു മുന്നണിയായിരുന്നു. അത് കൂട്ടിക്കെട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നേ ഉള്ളൂ. കാരണം അവിടെ ഐക്യം എന്ന് പറയുന്നത്, അല്ലെ, ഈ സംഭവത്തോടു കൂടി തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. ആ ഐക്യം ഇലക്ഷനാണെന്നേ. ബീഹാർ ഇലക്ഷനാണ്. അവിടെ ആ ഇലക്ഷനിലെ ഐക്യം ഇപ്പം നിങ്ങൾ നോക്കിയോ, അവിടെ സീറ്റ് വിഭജനം വരുമ്പോൾ പിന്നെ RJD എങ്ങനെയാണ് പ്രതികരിക്കാൻ നോക്കൂ. നിങ്ങൾക്ക് ഇവിടെ യാതൊരു പേരും ഇല്ല, നിങ്ങൾക്ക് ഒരു സീറ്റും തരാൻ ഉദ്ദേശിക്കില്ല, അല്ലെങ്കിൽ അവിടെ ഇവിടെ 3-4 സീറ്റ് തരാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ തുടങ്ങും ബഹളം. നമ്മൾ കാശ്മീരിൽ കണ്ടതല്ലേ? കാശ്മീരിൽ ഒമർ അബ്ദുള്ള പറഞ്ഞല്ലോ, നിങ്ങളിവിടെ ഞങ്ങൾക്ക് പിന്തുണയുള്ള കാശ്മീരിൽ കിടന്ന് കളിക്കേണ്ട, നിങ്ങൾ ജമ്മുവിലോട്ട് പോകും, അവിടെ നിങ്ങൾക്ക് തന്ന സീറ്റിൽ ജയിക്കാൻ പറഞ്ഞു. അവിടെ ഒരു സീറ്റിലും ജയിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ കാശ്മീരിൽ കുറേ സീറ്റ് പിടിച്ചു. ഇത് തന്നെയാണ് ഇപ്പോൾ ബീഹാറിലെ ഉദ്ദേശം. ബീഹാറിൽ ഇങ്ങനെ ബഹളമൊക്കെ നടത്തി വലിയ സംവിധാനമൊക്കെ ഉണ്ടാക്കി തേജസ്വി യാദവിനെ വരട്ടുക. ഉണ്ടോ, ഞാൻ ഈ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ മുഴുവൻ ഇളകിയത്, ഇന്ത്യ മുഴുവൻ ഇളക്കിയില്ല ഞാൻ, അതുകൊണ്ട് എനിക്ക് കൂടുതൽ സീറ്റ് വേണം. അപ്പോൾ തേജസ്വി യാദവ് തെറ്റും. അതാണ് അവരുടെ ഐക്യം. ഇത് മമത എടുത്ത് പറഞ്ഞു. മമത കഴിഞ്ഞോണ അടുപ്പിച്ചില്ലല്ലോ ഇന്ത്യ മുന്നണി. കെജ്രിവാൾ അടുപ്പിച്ചോ? ഇതാണ് ഐക്യം. പിന്നെ വന്നിട്ടും പോയിട്ട് മഹാരാഷ്ട്രയിലാണ് ഐക്യം നടന്നത്, അവിടെ പൊട്ടുകയും ചെയ്യും. പിന്നെ നടക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ കുറേ സംസ്ഥാനങ്ങളിൽ നടക്കും. സ്റ്റാലിൻ വിട്ടുവീഴ്ച ചെയ്യും, കേരളത്തിൽ മുസ്ലിം ലീഗ് വിട്ടുവീഴ്ച ചെയ്യും. അതുകൊണ്ട് ഇവിടെയൊക്കെ നടക്കും. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും, നോർത്ത് ഇന്ത്യയിലൊന്നും ഒരിടത്തും ഇത് നടക്കില്ല. ഇപ്പോൾ ഇന്ത്യ മുന്നണി എവിടെയാണ് നിൽക്കുന്നതെന്ന് തന്നെ അവർക്ക് ഭയപ്പെടേണ്ട വിധത്തിലുള്ള സിറ്റുവേഷനാണ്. അപ്പം ഞങ്ങളാണ് കേമനെന്ന് കോൺഗ്രസിന് തെളിയിക്കേണ്ടതുണ്ട്, രാഹുൽ ഗാന്ധിക്ക് തെളിയിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വെപ്രാളമാണ് ഇംപീച്ച്മെൻറ്റും മറ്റു കാര്യം. ഇംപീച്ച്മെൻ്റ് എന്ന് പറയണമെങ്കിൽ തന്നെ ഒരു അന്തസ്സ് വേണ്ടേ? 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിലല്ലേ ഇംപീച്ച്മെൻറ്റ് നടക്കുള്ളൂ. ഇംപീച്ച്മെൻ്റ് എന്നുള്ള വാക്കേ ശരിയല്ല, ഞാൻ പറഞ്ഞില്ലേ. മാറ്റണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷണറെ
തള്ളിക്കളയണമെങ്കിൽ, റിജക്റ്റ് ചെയ്യണമെങ്കിൽ, മാറ്റണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. അല്ലാത്തവർ പറയുന്നതിന് എന്താ കാര്യം? ഈ ചില എണീറ്റ് നിൽക്കാൻ വയ്യാത്തവന്മാർ പറയില്ലേ, ആട്ടിച്ച് നിന്റെ ചെപ്പക്കുറ്റി തിരിച്ചു കളയുന്ന വലിയ ചട്ടമ്പികളുടെ അടുത്ത് പറയില്ലേ, അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയാൾ ഊതിയാൽ അയാൾ പറക്കൂലേ. ആ വിധത്തിലുള്ള സംവിധാനത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ പറഞ്ഞു നാറുന്നത്? തീർച്ചയായിട്ടും ഇംപീച്ച്മെന്റ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറ്റുന്നതിന് വേണ്ടി നീങ്ങിക്കഴിഞ്ഞാൽ അസംബ്ലിയിലും പാർലമെന്റിന്റെ 2 സഭകളിലും കുറച്ച് ബഹളം ഉണ്ടാക്കാം. കഴിഞ്ഞ തവണ ഹാജർ ബുക്ക് എടുത്ത് പാർലമെന്ററി പാർട്ടി ലീഡറും ഒക്കെ കാണിച്ചു BJPയുടെ, അല്ലേ? എന്താണ് പെർഫോമൻസ്, എത്ര ദിവസം അറ്റൻഡൻസ് ഉണ്ടായിരുന്നു, 1 കോടി രൂപ 1 മിനിറ്റിന് ചെലവായിട്ടുണ്ടായി പാർലമെന്റിൽ എന്തിനു പോകുന്നു? സ്വന്തം മണ്ഡലത്തിൽ പോലും വന്നിട്ടില്ലല്ലോ. അല്ല പാർലമെന്റിലെങ്കിൽ ഈ ബഹളം ഉണ്ടാക്കാനാണെങ്കിലും പോകണ്ടേ, അവിടെ ഇരിക്കണ്ടേ? അവിടെ ഇരിക്കില്ല. അവിടെ കുറച്ചേരം ഇരുന്നിട്ട് വയനാട്ടിലും വരില്ല. ആദ്യം ബഹളം വെച്ച് പേപ്പർ ഒക്കെ എടുത്തെറിഞ്ഞ് ചേംബറിലേക്ക് കയറാൻ ശ്രമിച്ചിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഡെമോക്രസി. TN ശേഷനെ എന്തിനാണ് ഇംപീച്ച് ചെയ്തത്? കോൺഗ്രസ് കൊണ്ടുവന്ന TN ശേഷനെ, കോൺഗ്രസ് കൊണ്ടുവന്ന ഇലക്ഷൻ കമ്മീഷണറെ എന്തുകൊണ്ടാണ് ഇംപീച്ച് ചെയ്യാൻ പോയതെന്ന് അറിയാമോ? പഴയ ചരിത്രവും, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കേരളത്തിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ശ്രമം മുഴുവൻ ഇന്ത്യൻ്റെ ഇലക്ഷൻ പ്രോസസ്സ് മുഴുവൻ നന്നാക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇലക്ഷൻ പ്രോസസ്സ് നന്നാവണമെങ്കിൽ ആദ്യം രാഷ്ട്രീയ പാർട്ടികൾ നന്നാവണം. രാഷ്ട്രീയ പാർട്ടികൾ നന്നാവണമെങ്കിൽ ഇന്നർ ഡെമോക്രസി വേണം. ഇവരെല്ലാം ഇവർ ഭരണഘടന പറയുന്നുണ്ടല്ലോ, ഇന്ത്യൻ ഭരണഘടന പോലെ ഇവരൊരു ഭരണഘടന അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് പാർട്ടിയുടെ. ആ പാർട്ടി പറഞ്ഞിരിക്കുന്ന ഭരണഘടന പ്രകാരം ഇലക്ഷൻ നടത്തണം. ആ പാർട്ടി പറഞ്ഞിരിക്കുന്ന ഭരണഘടന പ്രകാരമേ പണം പിരിക്കാവൂ. ആ പാർട്ടി പറഞ്ഞിരിക്കുന്ന ഭരണഘടന പ്രകാരമേ അവരുടെ ഭാരവാഹിത്വം നിശ്ചയിക്കാവൂ. ഇതൊന്നും ഒരു പാർട്ടിയും നടത്തുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തണം. പല പാർട്ടികളും ഇലക്ഷൻ നടത്തുന്നില്ല. അപ്പൊ ഇതിന് കണക്ക് കാണിക്കും. ഞങ്ങൾ ഇലക്ഷൻ നടത്തി, നോമിനേഷനാണ്, പക്ഷേ ഇലക്ഷൻ നടത്തിയെന്ന് കാണിക്കും. അപ്പോൾ TN ശേഷം പറഞ്ഞു ഇനി മുതൽ ഞങ്ങൾ ഒരു ഒബ്സർവറെ കൂടെ അവിടെ വയ്ക്കും. വാക്കാൽ പറഞ്ഞതേ ഉള്ളൂ, അദ്ദേഹം അതിനെ ഓർഡറൊന്നും ആക്കിയില്ല. അപ്പോഴേ അദ്ദേഹത്തിന് വെട്ടണമെന്നായി. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞു കണക്ക് ഓഡിറ്റ് ചെയ്യും. ഒന്നെങ്കിൽ AGയെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു സംവിധാനം ഉണ്ടാക്കും. ആ സംവിധാനത്തിലൂടെ ഓഡിറ്റ് ചെയ്യണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര ഫണ്ട് കിട്ടും, ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ളത് ചെക്ക് ചെയ്യും. ബക്കറ്റ് പിരിവ് ഉൾപ്പെടെയുള്ളത് ചെക്ക് ചെയ്യും. എത്ര രൂപ നിങ്ങൾക്ക് കിട്ടി, എത്ര രൂപ നിങ്ങൾ ചിലവാക്കി, എന്തിന് ചിലവാക്കി, കണക്ക് കൊടുക്കണം. ഇപ്പോൾ കുട്ടക്കണക്കാണ്. ഇപ്പോൾ കണക്ക് കൊടുക്കുന്നുണ്ട്, നമുക്ക് തോന്നിയ ഒരു കണക്ക് കൊടുക്കും. ഇപ്പോഴും ഇലക്ഷൻ നടത്തുന്നുണ്ട്, നമുക്ക് തോന്നിയ രീതിയിൽ ഇലക്ഷൻ നടത്തുന്നു. അപ്പം ഇന്നർ പാർട്ടി ഡെമോക്രസി ഇല്ല. ഇന്നർ പാർട്ടി സാമ്പത്തിക അച്ചടക്കം ഇല്ല. ഇത് വരുത്താൻ TN ശേഷം ശ്രമിച്ചതിനാണ് അദ്ദേഹത്തിന് ഇംപീച്ച് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ പോകുന്നെങ്കിൽ അദ്ദേഹം രണ്ടാമത് ഇത്തരം ഒരു പൊൻതൂവൽ അണിയുന്ന ഒരാളായിട്ട് മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.